ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടിയ കോവയ്ക്ക വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിന് സവാള ആഡ് ചെയ്യുക. ദെൻ അതിൽ കോൺഫ്ലോർ, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, സോൾട്ട്, ആവശ്യത്തിന് സോൾട്ട്, പിന്നെ കുറച്ച് മസാല, ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ ഒരു പാൻ വെച്ച് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു മിക്സ് അതിലേക്ക് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഒരു 2 മിനിറ്റ്സ് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം ജസ്റ്റ് വരട്ടി കൊടുക്കുക. കാരണം ഇത് മെഴുക്ക് വരട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വരട്ടിയതിന് ശേഷം നല്ലോണം വരട്ടുക. വീണ്ടും ഇതിനെ അടച്ച് വെച്ച് വേവിക്കുക. ആക്ച്വലി ഈ ഒരു ഡിഷ് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു തന്നതാണ്. ഈ ഒരു റെസിപ്പി കിട്ടിയത്. അതായത് ഞങ്ങളെല്ലാവരും ആഫ്റ്റർനൂൺ ലഞ്ച് ബ്രേക്കിൽ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ആ കഴിക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് കോവയ്ക്ക മെഴുക്ക് വരട്ടി കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ഒന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയപ്പോൾ അസാധ്യമായിട്ടുള്ള ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ റെസിപ്പി ഈ ഒരു ടൈപ്പ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെഴുക്ക് വരട്ടി നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അഗെയിൻ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, ഓയിൽ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും ആ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വേവിക്കുക. ഓക്കെ, അതൊരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടി മാറും. ഓക്കെ, വളരെ ടേസ്റ്റിയാണ്, അസാധ്യമായ ടേസ്റ്റിയാണ്. മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന സംഭവം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഫിഷൊന്നും ഇല്ലെങ്കിൽ പോലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഈ ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടി മാത്രം മതിയാവും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം കോവയ്ക്ക മെഴുക്ക് വരട്ടിയുടെ ആ ഒരു ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന സംഭവം ഇതുപോലെ തന്നെ നമുക്ക് പയറ് മെഴുക്ക് വരട്ടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.